നമസ്കാരം. 2020 സ്ഥാനാർത്ഥിയായിട്ടുള്ള അഖിൽ മാരാർ ഒരു ഇന്റർവ്യൂവിൽ പറയുന്നത് കേട്ടു. ജയിച്ചു കഴിഞ്ഞാൽ തനിക്ക് വിദ്യാഭ്യാസ മന്ത്രിയാകാനാണ് അത്ര ആഗ്രഹം. നമ്മുടെ നാടിന്റെ വിദ്യാഭ്യാസ രീതികൾ അത്ര ശരിയല്ല, അതിനോട് എനിക്കും അഭിപ്രായമുണ്ട്. അപ്പോൾ അത് ശരിയല്ലാത്തത് കൊണ്ട് തന്നെ കുട്ടികളുടെ ഭാവി മെച്ചപ്പെടുത്തുക, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ തന്നെ മനസ്സിലുണ്ട്. അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ മേഖലയാണ് കുറച്ചും കൂടി നല്ലത് എന്ന്. ഇതൊക്കെ കേട്ടപ്പോൾ ഞാൻ ആലോചിച്ചത്, രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങുന്നതിന് ഒരു ക്വാളിഫിക്കേഷൻ, ഒരു യോഗ്യത വേണമെന്ന് പറയുന്നത് ഇതുകൊണ്ടൊക്കെയാണ്. സത്യത്തിൽ നമ്മൾ ഓരോരുത്തരെയും പരീക്ഷണം നടത്തിയിട്ട് ആ പരീക്ഷണത്തിൽ നമ്മൾ തന്നെ സ്വയം അങ്ങ് തോൽക്കുകയാണ്. ഓരോ ഇലക്ഷൻ സമയത്തും നമ്മൾ ഓരോരുത്തരുടെ മേൽ കുത്തും, നമ്മൾ പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ ആ പരീക്ഷണത്തിൽ കേരളത്തിലെ ജനങ്ങൾ വമ്പം പരാജയമാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇവരെയൊക്കെ സഹിക്കേണ്ട പാട്. ഇതേപോലെ ഒരു വ്യക്തി വിദ്യാഭ്യാസ മന്ത്രി ആയാലുള്ള അവസ്ഥ എന്താണ്? അതായത് മിനിറ്റുകൾ വേണ്ട, സെക്കൻഡുകൾ വെച്ചിട്ട് അഭിപ്രായം മാറ്റി പറയുന്ന ഒരു വ്യക്തി വിദ്യാഭ്യാസ മന്ത്രി ആയി കഴിഞ്ഞാൽ കുട്ടികളുടെ ഭാവി എവിടെയായിരിക്കും? ഒരു വിദ്യാഭ്യാസവും ഇല്ലെങ്കിലും കുഴപ്പമില്ല, ചിലപ്പോൾ വിദ്യാഭ്യാസ മന്ത്രിയാക്കി നമുക്ക് വെക്കാൻ പറ്റും. പക്ഷേ ഇതുപോലെ അങ്ങോട്ടും ഇങ്ങോട്ടും സ്റ്റേറ്റ്മെന്റുകൾ മാറ്റി പറയുകയും ഒരു പക്ഷത്തും നിൽക്കത്തില്ല, പല വള്ളത്തിൽ ചവിട്ടി സഞ്ചരിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയെ നമുക്ക് എങ്ങനെ വിദ്യാഭ്യാസ മന്ത്രിയായി കാണാൻ സാധിക്കും? ഒരു ഉദാഹരണം പറയാം. ഞാൻ ഈ പറയുന്ന പ്രസ്തുത ഇന്റർവ്യൂവിലെ തന്നെയുള്ള 2 സ്റ്റേറ്റ്മെന്റുകൾ വെച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം അഖിൽ മാരാരുടെ യഥാർത്ഥ സ്വഭാവം. ആദ്യം, അതായത് ഈ ഇന്റർവ്യൂ തുടങ്ങുന്ന സമയത്ത് അഖിൽ മാരാർ ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്: എനിക്ക് മതപരമായ കാര്യങ്ങൾ പറഞ്ഞ് മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ താല്പര്യമില്ല എന്നുള്ളത്. ഞാൻ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് കാണിച്ചു തരാം. കുറച്ചും കൂടെ ഒരു സ്വതന്ത്ര കാഴ്ചപ്പാട് നിലനിൽക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതേസമയം തന്നെ മതപരമായിട്ട് ഒരാളെ പോലും ഒരു വരി കൊണ്ടോ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ മറ്റൊരാളെ മോശപ്പെടുത്താനോ അവരെ വിഷമിപ്പിക്കാനോ ഞാൻ ആഗ്രഹിക്കുന്ന ഒരാളുമല്ല. കേട്ടല്ലോ, ഇത് പറഞ്ഞ് മിനിറ്റുകൾ പോലും ഇല്ല, സെക്കൻഡുകൾക്കുള്ളിൽ അഖിൽ മാരാർ അടുത്തൊരു സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്. ആ സ്റ്റേറ്റ്മെന്റും കൂടി ഞാനൊന്ന് കേൾപ്പിച്ചു തരാം. അത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, പലർക്കും ചിലപ്പോൾ വിഷമം തോന്നുന്ന രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. ഏതായാലും ഞാനത് കേൾപ്പിച്ചു തരാം. വിളിച്ചാൽ കിട്ടുന്ന ഒരു സന്തോഷത്തിനാണെന്നുണ്ടെങ്കിൽ ചെയ്തോളൂ, ഒരു കുഴപ്പമുള്ള കാര്യമല്ല. നാട് നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറയരുത്. 2020 BJPയുടെ ചാണകക്കുഴിയുടെ അറ്റത്ത് പോയിരിക്കുകയാണെന്ന് പറയുന്നത് തന്നെ ആദ്യത്തെ വിവരക്കേട്. നാളെ സാബു ജേക്കബിനെ വിളിച്ചിട്ട് ബാബറി മസ്ജിദ് പൊളിക്കാൻ വേണ്ടിയിട്ട് വിളിച്ചു കഴിഞ്ഞാൽ ഇദ്ദേഹം അങ്ങോട്ട് പോകുന്നതാണ് നിങ്ങളുടെ വിചാരം? ഇത് അല്ലെങ്കിൽ ഈ കഴിഞ്ഞ 13 വർഷമായിട്ട്, അല്ലെങ്കിൽ 89 ഈ സംഭവത്തിന് ശേഷം ഈ ഇന്ത്യ മഹാരാജ്യത്ത് എത്ര പള്ളി പൊളിച്ചു? പള്ളി പൊളിക്കുക എന്നതായിരുന്നു RSSന്റെ ലക്ഷ്യം. രാമക്ഷേത്രം നിലനിന്നിരുന്ന ഒരു സ്ഥലത്ത് ഒരു പള്ളി ഉയർന്നു എന്നുള്ളതായിരുന്നു അവരുടെ പ്രശ്നം. അല്ലാതെ ഇന്ത്യ മഹാരാജ്യത്തെ മുസ്ലിംസിന്റെ പള്ളി പൊളിക്കുക ആയിരുന്നില്ല അവരുടെ ലക്ഷ്യം. അങ്ങനെ ആയിരുന്നുണ്ടെങ്കിൽ ഇന്ത്യ മഹാരാജ്യത്തെ പല പള്ളികളും പൊളിക്കാൻ ശേഷിയുള്ള സംഘടനയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി ആയിരുന്നില്ലേ ഇത്? ചെയ്തിട്ടില്ലല്ലോ ഒരു കാലത്തും. നമ്മൾ ഈ പ്രാദേശിക വിഷയങ്ങളൊക്കെ എല്ലായിടത്തും വാക്കുകളൊക്കെ സൂക്ഷിച്ച് ഉപയോഗിക്കണ്ടായിരുന്നു. പള്ളി പൊളിക്കാൻ ശേഷിയുള്ള പാർട്ടി എന്നൊക്കെ സംഘടനയുടെ വലിപ്പം വെച്ചിട്ട് ഇറങ്ങി തിരിച്ചാൽ വലിയ സംഖ്യാബലമുള്ള അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി ഒരു നിലവാരവും ഇല്ലാത്ത വ്യക്തിയാണ് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനപ്പുറം വേറെ ഒന്നും വേണ്ട. ഒരു സ്ഥാനാർത്ഥി ഇത്തരം വിഷയങ്ങളെ പറ്റിയിട്ട് സംസാരിക്കാതെ ഇരിക്കുക. ഞാൻ ആ വിഷയത്തെ പറ്റി ഡീപ്പായിട്ടൊന്നും ചെല്ലുന്നില്ല, കാരണം അതിനെ പറ്റിയിട്ട് സംസാരിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആരും എങ്ങും എത്തത്തില്ല അതിനെ പറ്റിയിട്ട് സംസാരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ആ ഒരു വിഷയത്തെ പറ്റിയിട്ട് സംസാരിക്കുന്നില്ല, കാരണം വളരെ കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അത് മാത്രമല്ല, ഇന്ത്യയിലെ ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം, മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരെ ഒരുപാട് വേദനിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സബ്ജക്റ്റാണത്. അത് നമ്മളിപ്പോൾ വിശ്വാസപരമായി നോക്കിയാലും മാനസികപരമായി നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ആർക്ക് സന്തോഷം തരുന്ന ഒരു വിഷയമല്ല അത്. അതുകൊണ്ട് തന്നെ അതിനെ പറ്റിയിട്ട് അധികം സംസാരിക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അതുകൊണ്ട് അത്തരം വിഷയങ്ങൾ ഒരു രാഷ്ട്രീയക്കാരനെടുത്ത് പൊതുമതത്തിൽ ഇടാതിരിക്കുക. ഇയാൾ തന്നെ പറയുന്നു, മതപരമായ രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിട്ട് സെക്കൻഡുകൾക്ക് ശേഷം മതപരമായ രീതിയിൽ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്ന ഒരു കാര്യം പറയുന്നു. എന്നിട്ട് RSS എന്ന് പറയുന്ന സംഘടനയെ തന്നെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള വാക്കുകൾ അയാൾ ഉപയോഗിക്കുന്നു. RSS എന്ന് പറയുന്ന സംഘടന പല പള്ളികളും പൊളിക്കാൻ കെൽപ്പുള്ളവരാണ്. എന്തിനാണ് ഇത്തരത്തിലുള്ള കോൺട്രവേഴ്ഷ്യൽ സ്റ്റേറ്റ്മെന്റുകളൊക്കെ ഉപയോഗിക്കുന്നത്? എന്തിനാണ് ജനങ്ങളുടെ ഉള്ളിൽ ഭിന്നിപ്പുണ്ടാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഇതുപോലെയുള്ള പൊളിറ്റീഷ്യൻസ്, ഇവരെയൊന്നും പൊളിറ്റീഷ്യൻസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നില്ല, ഇതുപോലെയുള്ള വ്യക്തികൾ പൊതുമതത്തിൽ വന്ന് സംസാരിക്കുന്നത്? ഇയാളെ സംബന്ധിച്ചിടത്തോളം പൊതുമതത്തിൽ വന്ന് എന്ത് സംസാരിക്കണമെന്ന് പോലും ഇയാൾക്ക് അറിയത്തില്ല, വലിയ ധാരണയൊന്നുമില്ല. കുറച്ച് വാക്കുകൾ ഉപയോഗിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അമ്മാനം ആടുന്നതല്ലാതെ ഇയാൾക്ക് പ്രത്യേകിച്ചൊരു വിവരമുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. സിനിമ ഇറക്കാമെന്ന് പറഞ്ഞുകൊണ്ട് സിനിമ ഇറക്കി, ആ സിനിമയൊക്കെ എന്തുവാടേ കാണിച്ചു വെച്ചേക്കുന്നത്? ഒരു സംവിധായകൻ എന്നുള്ള രീതിയിൽ ഇയാൾ പരാജയമാണെന്ന് എനിക്ക് ആ സിനിമ കണ്ടപ്പോഴേ മനസ്സിലായതാണ്.
പിന്നെ ഏത് രീതിയിലാണ്? ബിഗ് ബോസ് എന്ന് പറയുന്ന റിയാലിറ്റി ഷോയിൽ പോയി ഇയാൾ കുറച്ച് ക്രൂക്കഡ് ആയതുകൊണ്ട് അതിനകത്ത് കുറെ തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് അതിനകത്ത് വിജയിയായി. അതൊഴിച്ചു കഴിഞ്ഞാൽ അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് ഇപ്പൊ ജനങ്ങളുടെ ഇടയിൽ ഇറങ്ങി പ്രവർത്തിക്കാനുള്ള എന്ത് യോഗ്യതയാണുള്ളത്? ഒരു വല്ലാത്തൊരു ഘട്ടത്തിൽ, അത്യാവശ്യം ഒരു ഘട്ടത്തിൽ നമ്മുടെ രാജ്യത്തിനൊപ്പം പോലും നിൽക്കാതെ രാജ്യത്തിനെതിരെ സംസാരിച്ചൊരു വ്യക്തിയാണ് ഈ അഖിൽ മാരാർ. അന്ന് വലിയ വിഷയങ്ങളും വിവാദങ്ങളും ഒക്കെ ആയതാണ്. അന്നേ മനസ്സിലാക്കിയതാണ് ഇയാളുടെ വ്യക്തിത്വം എന്താണെന്നുള്ളതും നിലപാട് എന്താണെന്നുള്ളതും. എന്തിനധികം പറയുന്നു, ഈ പുള്ളിക്ക് സ്ത്രീകളെ ബഹുമാനിക്കാൻ പോലും അറിയത്തില്ല. സ്വന്തം ഒപ്പം കൂടെ ജീവിക്കുന്ന സ്ത്രീയെ പോലും ബഹുമാനിക്കാൻ അറിയാത്തൊരു വ്യക്തിയാണ് ഇയാള്. സ്വന്തം ഭാര്യയെ പൊതുമധ്യത്തിൽ വന്ന് എത്രത്തോളം അപമാനിക്കാമോ അത്രത്തോളം അപമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. ആനീസ് കിച്ചൺ എന്ന് പറയുന്ന ഒരു ഷോ ഉണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. അതിൽ അഖിൽ മാരാറും ഭാര്യയും കൂടി ചെന്നിരുന്നു. അതിനകത്ത് വെച്ച് അഖിൽ മാരാർ ഏതൊക്കെ രീതിയിൽ, അതായത് ഈ പറയുന്നതൊക്കെ ഭയങ്കര സ്വീറ്റായിട്ടാണ് സംസാരിക്കുന്നത്, പക്ഷെ സ്വീറ്റായിട്ടുള്ള വാക്കുകൾ വെച്ചിട്ട് സ്വന്തം ഭാര്യയെ വില കുറച്ച് കാണിക്കുകയാണ്, തരം താഴ്ത്തി കാണിക്കുകയാണ്. ഞാൻ അതിൻ്റെ ഒരു ചെറിയൊരു ഭാഗം കൂടി കാണിച്ചു തരാം. മേഖലയിൽ ഇറങ്ങിയാലും ലക്ഷ്മി ക്രിട്ടിസൈസ് ചെയ്യോ? സിനിമയാണെങ്കിലും രാഷ്ട്രീയമാണെങ്കിലും അതെന്തായാലും അറിയണ്ടേ? അങ്ങനെ അങ്ങ് പറയാം. ക്രിട്ടിസൈസ് ചെയ്യണമെങ്കിൽ പിന്നെ അറിയാം. എന്നാലും ഒരു ഭർത്താവ് ചെയ്യില്ലേ മോളെ? അല്ലെങ്കിൽ ഇതേപോലെ നമ്മുടെ സിനിമയുടെ ചെയ്യരുത്. റിവ്യൂ പറയുന്ന പോലെ ഇരിക്കും ചേച്ചി. ചുമ്മാ വായി തോന്നിയ ഒരു അഭിപ്രായം. ജഗദീഷേട്ട പഴയ പടത്തിൽ നിങ്ങളുടെ അഭിപ്രായം ചോദിച്ചാൽ വായി തോന്നിയ അഭിപ്രായം എന്ന് പറഞ്ഞിട്ട് ശ്ശേ, എന്നാലും ചെയ്യില്ലേ? ആസ് എ വൈഫ് എന്ന നിലയ്ക്ക് ഇപ്പം അതിന്റെ വ്യൂ പോയിന്റില് ലക്ഷ്മിയുടെ വ്യൂ പോയിന്റ് അറിയില്ല. ഇതുവരെ ഒന്നും അപ്സെറ്റ് ആക്കിയിട്ടില്ല. ഇല്ല, അല്ല, ഓപ്പൺ ആയിട്ട് ലക്ഷ്മി പറയില്ലേ ഇന്നത് ചെയ്ത് ശരിയല്ലാന്നോ, ഇത് ശരിയല്ലാന്നോ, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലെന്നോ, അല്ലെങ്കിൽ എന്തെങ്കിലും പറയില്ലേ ചെയ്തത് തെറ്റാണെന്നോ? ഇല്ല ചേച്ചി, ഞാൻ പറഞ്ഞില്ല, അങ്ങനെ ഒരു ക്യാരക്ടർ അല്ല. വീട്ടിൽ വന്നൊന്നും പറയേല. അതല്ല, എത്ര ഭംഗിയായിട്ടാണ് സ്വന്തം ഭാര്യയെ തരം താഴ്ത്തുന്നത്. തൻ്റെ കൂടെ ഇത്രയും വർഷം ജീവിച്ച് തൻ്റെ രണ്ട് പെൺകുട്ടികളാണ് അഖിൽ മാരാർക്കുള്ളത്. തൻ്റെ 2 പെൺകുട്ടികളുടെ അമ്മയായിട്ടുള്ള സ്ത്രീയെ എത്ര ഭംഗിയായിട്ടാണ് തരം താഴ്ത്തുന്നത്. നമ്മൾ വീട്ടിൽ 4 ചുവരുകൾക്കുള്ളിൽ എന്തൊക്കെ കാണിക്കുമോ? ഇപ്പോൾ ഭാര്യയും ഭർത്താവും തമ്മിൽ അങ്ങനെ ഒളിയും മറയൊന്നുമില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കും, ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും അപമാനിക്കുന്ന രീതിയിലൊക്കെ സംസാരിക്കും. പക്ഷേ പൊതുമധ്യത്തിൽ ചെന്ന് പബ്ലിക്കായിട്ട് നിന്ന് ഒരു കാരണവശാലും ഈ രീതിയിൽ തരം താഴ്ത്താൻ പാടില്ല, അത് തെറ്റ് തന്നെയാണ്. അവിടെ അഖിൽ മാരാർക്ക് അത് ചിരിച്ചു തള്ളാമായിരുന്നു, അല്ലെന്നുണ്ടെങ്കിൽ പറയാമായിരുന്നു അഭിപ്രായമൊന്നും അവൾ അങ്ങനെ പറയാറില്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ മതി. പകരം അതിന് വല്ലതും അറിയണ്ടേന്ന്. അതായത് തൻ്റെ ഭാര്യയ്ക്ക് അറിവും വിവരവും രാഷ്ട്രീയത്തെ പറ്റിയിട്ടോ സാമൂഹികപരമായ കാര്യങ്ങളെ പറ്റിയിട്ടോ ഒന്നും വലിയ അറിവൊന്നുമില്ല, അവൾക്ക് വിവരമില്ല എന്നത് ചിരിച്ചുകൊണ്ടങ്ങ് പറഞ്ഞു. എന്നിട്ട് ആ പറഞ്ഞ കാര്യം തെറ്റായി പോയി സെക്കൻഡുകൾക്കുള്ളിൽ മനസ്സിലായി. അതിനുശേഷം വിഷയം മാറ്റാൻ വേണ്ടിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തമാശ കളിക്കുന്നു, കാര്യങ്ങൾ പറയുന്നു. ഇതിനെ ചിരിയോടെ തന്നെ തരം താഴ്ത്തുന്നത് ചിരിയോടെ കേട്ടുകൊണ്ടിരിക്കുന്ന ഭാര്യ. എനിക്കതൊക്കെ ഒരു വല്ലാത്തൊരു അടിമത്തം തന്നെ, അങ്ങനെ വേണമെങ്കിൽ പറയാം. ഭർത്താവ് എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാകാം. ഈ ഒരു വിഷയത്തെ പറ്റിയിട്ട് ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിൽ എടുത്തു വെച്ച് സംസാരിച്ചു. അപ്പോൾ അതിനുശേഷം അഖിൽ മാരാറുടെ വൈഫ് അതിനെ എതിർക്കാൻ വേണ്ടി, ന്യായീകരിക്കാൻ വേണ്ടിയിട്ട് വീടിനകത്ത് CCTVയിൽ നടക്കുന്ന ഒരു കാര്യം, അതായത് അഖിൽ മാരാറുടെ വൈഫ് അഖിൽ മാരാറെ അങ്ങോട്ട് പോയി തല്ലുന്ന ഒരു രംഗം, വീടിനകത്ത് അവർ തമ്മിൽ എന്തോ തമാശയായിട്ടുള്ളൊരു രംഗം എടുത്തു വെച്ച് കാണിച്ചിട്ട് എൻ്റെ ചേട്ടൻ ഗ്രീൻ ഫോറസ്റ്റ് ആണ് എന്ന് പറഞ്ഞിട്ട് ചെയ്യുന്നൊരു കാര്യം. ഈ പബ്ലിക്കായിട്ട് വന്നിരുന്ന് ഇങ്ങനെ തരം താഴ്ത്തിയതിന് ശേഷം എന്ത് ഗ്രീൻ ഫോറസ്റ്റ്, എന്ത് ഗ്രീൻ ഫ്ലാഗ് മനസ്സിലാവുന്നില്ല. അത് തനിക്ക് തിന്നാനും കുടിക്കാനും ഉടുക്കാനും ഒക്കെ എല്ലാ കാര്യങ്ങളും പ്രൊവൈഡ് ചെയ്യുന്നു, കുറേ കാശുണ്ടാക്കുന്നു, കുറേ സമ്പാദിക്കുന്നു, തനിക്ക് സോഷ്യൽ മീഡിയയിലുള്ള ഫ്രീഡം തരുന്നു. ഇതോട് കൂടിയിട്ട് എല്ലാം ആയി എന്നാണ് പലരും വിചാരിച്ചു വെച്ചേക്കുന്നത്. ഈ രീതിയിൽ ഒരു സ്റ്റേറ്റ്മെന്റുകളിലും ഉറച്ചു നിൽക്കാതെ, ഒരു നിലപാടുമില്ലാതെ പച്ചയായിട്ട് വന്നിരുന്ന് ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിക്കുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റുകൾ പറയുകയും താൻ പറഞ്ഞ കാര്യം തന്നെ സെക്കൻഡുകൾക്ക് ശേഷം മാറ്റി പറയുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തി വിദ്യാഭ്യാസ മന്ത്രിയായിരിക്കാൻ യോഗ്യതയുണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. അതാണ് സത്യം. അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തി തന്നെ പറഞ്ഞു, തന്നെക്കുറിച്ച് റിയാക്ട് ചെയ്യുമ്പോൾ, തന്നെക്കുറിച്ച് വീഡിയോ ചെയ്യുമ്പോൾ 10 പേര് വന്ന് ചീത്ത വിളിക്കും, ആ ഒരു സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചെയ്തു കൊള്ളാൻ. അല്ല, അഖിൽ മാരാർ നല്ല കാര്യങ്ങളാണ് സംസാരിക്കുന്നത് എന്നുണ്ടെങ്കിൽ അഖിൽ മാരാറെ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. നേരെ മറിച്ച് അഖിൽ മാരാർ എന്ന് പറയുന്ന വ്യക്തിക്ക് പ്രത്യേകിച്ചൊന്നും ഇല്ല, പുള്ളിക്കാരൻ ഇങ്ങനെ ബൂസ്റ്റപ്പ് ചെയ്ത് കാണിക്കുന്ന രീതിയിലുള്ള ഒരു യോഗ്യതയുമില്ല. ഇങ്ങനെ വന്നിരുന്ന് സ്റ്റേറ്റ്മെന്റുകൾ തന്നെ മാറ്റി താൻ പറഞ്ഞ വാക്കുകൾ തന്നെ മാറ്റി പറഞ്ഞ് ഒരു നിലപാടുകളില്ലാത്തതിൻ്റെ രാജകുമാരനാണ് അഖിൽ മാരാർ എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് അഖിൽ മാരാറെ എല്ലാവരും ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അല്ലാതെ അഖിൽ മാരാർ BJP കയറിയത് കൊണ്ടോ അല്ലെങ്കിൽ 2020 കയറിയത് കൊണ്ടോ BJPയുമായിട്ട് കോംപ്ലിമെന്റ് ആയതുകൊണ്ടോ ഒന്നുമല്ല അഖിൽ മാരാറെ ക്രിട്ടിസൈസ് ചെയ്യുന്നത്. അഖിൽ മാരാറിന്റെ പ്രവൃത്തി, വാക്കുകൾ ഇത്തരത്തിലുള്ളതാണ്. സ്ത്രീകളെ അപമാനിക്കുക, സ്ത്രീകളെ റെസ്പെക്ട് ചെയ്യാൻ അറിയാതിരിക്കുക,
രണ്ട് പെൺകുട്ടികളുടെ അച്ഛൻ സ്ത്രീകളെയൊക്കെ കുറച്ചൊക്കെ ഒന്ന് റെസ്പെക്ട് ചെയ്യുക, തൻ്റെ ഭാര്യയൊക്കെ കുറച്ചും കൂടി ഒന്ന് റെസ്പെക്ട് ചെയ്യുക. ഒരുപാട് റെസ്പെക്ട് ചെയ്യണമെന്നൊന്നും പറയുന്നില്ല, കുനിഞ്ഞു കാല് പിടിക്കണമെന്നൊന്നും പറയുന്നില്ല. വാക്കുകളെങ്കിലും ഒന്ന് സൂക്ഷിച്ചുപയോഗിക്കുക, വാക്കുകളിലൂടെ എങ്കിലും അപമാനിക്കാതെ ഇരിക്കുക. ഇത്തരം കാര്യങ്ങളൊന്നും ഈ വ്യക്തിക്ക് വലിയ വിവരമൊന്നുമില്ല. സ്പോട്ട്ലൈറ്റ് കിട്ടുമ്പോഴേക്കും വന്ന് വളവളാന്ന് സംസാരിക്കും. അതല്ലാതെ പുള്ളിക്ക് പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിൽ ഇറങ്ങാനോ അല്ലെങ്കിൽ ജനങ്ങളെ സേവിക്കാനോ ഉള്ള യോഗ്യത ഉള്ളതായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല.